നമ്മുടെ മുട്ട ബജി റെഡി ആയിട്ടുണ്ട്. നമുക്കിന്നൊരു മുട്ട ബജി തയ്യാറാക്കാം. അതിനുവേണ്ടി നമ്മൾ 1 കപ്പ് കടലമാവ് എടുത്തിട്ടുണ്ട്, 2 സ്പൂൺ അരിപ്പൊടി, 2 സ്പൂൺ മൈദ. ഇനി നമുക്ക് അതിനാവശ്യത്തിനുള്ള പൊടിക്കൊരു ഉപ്പ്, ഒരു ബേക്കിംഗ് സോഡ, മഞ്ഞൾപ്പൊടി. ഇനി നമുക്കിതെല്ലാം കൂടി വെള്ളം ഒഴിച്ചൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമുക്കിത് എല്ലാം കൂടി ഒന്ന് സോഫ്റ്റായിട്ട് ഇങ്ങനെ കലക്കിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിനകത്തോട്ട് നമുക്ക് പച്ചമുളക്, കറിവേപ്പില ആവശ്യത്തിന്, ഇഞ്ചി അരിഞ്ഞത്, സവാള, ഒരു സവാളയെ ഞാൻ എടുത്തിരിക്കുന്നത്, 3 മുട്ടയെ നമ്മൾ എടുത്തിരിക്കുന്നത്. ഇതെല്ലാം കൂടി നമുക്കിനി എല്ലാം കൂടി നമ്മളുണ്ടായി ഇതേപോലെ ഒന്ന് കുഴച്ചെടുക്കണം. ഇങ്ങനെ ഇരിക്കണം. മാവ് നീണ്ടു പോകരുത്. ഈ പരുവത്തിന് നമുക്ക് കുഴച്ചെടുക്കാം. മാവ് നമ്മളൊന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇതിനെ നമുക്ക് അല്പസമയം ഒന്ന് റെസ്റ്റിന് വയ്ക്കാം. നമ്മളൊരു 3 മുട്ട എടുത്തിട്ടുണ്ട്. നമുക്കിതിനെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. കട്ട് ചെയ്തതിന് ശേഷം ഒന്നുകൂടി ഇങ്ങനെ ഇതിനി നമുക്ക് മാവൊന്ന് റെഡിയായി കഴിയുമ്പോൾ ഇതിലോട്ട് മുക്കി എണ്ണയ്ക്കകത്തോട്ട് കൊടുത്തേച്ചാൽ മുട്ട എണ്ണ നമ്മളൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. മുട്ട അങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ട് ഇതുപോലെ കുഴച്ച് മാവ് നല്ല ഭംഗിയായിട്ട് കുഴഞ്ഞിരിക്കും. പരുവത്തിനിരിക്കണം. അങ്ങനെ നമ്മുടെ മുട്ട ബജി റെഡി ആയിട്ടുണ്ട്.